എന്ത് അസംബന്ധമൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത്? മാതൃകാ അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമണം മേടിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. ഇനി ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞ് വിളിച്ച് വിളച്ചെടുത്താൽ ചിറക് രണ്ടും പുറകോട്ടാക്കി ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. മനസ്സിലായോ? നമ്മേ എന്തായത്? ചായപ്പൊടി, പഞ്ചസാര, പാല്, ചൂടുവെള്ളം. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ചോദിച്ചത്? ഞാൻ എപ്പ ചായ ഉണ്ടാക്കിയാലും മാഷിക കുറ്റമാണല്ലോ. എന്നാ പിന്നെ തനിയെ ഉണ്ടാക്കി കുടിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, അകത്തിരിക്കുന്ന ഗ്യാസ് കുറ്റിയും ഗ്യാസിന്റെ സ്റ്റൗ എടുത്ത് പുറത്തോട്ട് വെക്കുക. അതെന്തിനാ? എനിക്ക് ആവശ്യമുള്ളതല്ല ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. എന്തിനാ നീ ഇവിടെ? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാഷെ. ഞാൻ എന്തിനാ ഇവിടെ എന്ന്. സ്വന്തം മകളുടെ കല്യാണ നിശ്ചയം മകനെ അറിയിക്കാത്ത ദുഷ്ടനായ അച്ഛനല്ലേ നിങ്ങള്? ഞാൻ ഇറങ്ങി പോവാ. സ്വന്തം മകളുടെ മനസ്സമ്മതം അറിയിച്ചില്ല. അതെ. എടീ, കണക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴേ ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, നീ എന്റെ മകനല്ല, ഇനി മേലിൽ തന്നെ അപ്പാന്ന് വിളിച്ചു പോകരുത്. വന്നത് 10ാം ക്ലാസിന്റെ റിസൾട്ട് അല്ലേ, അല്ലാതെ DNA ടെസ്റ്റ് ഒന്നല്ലല്ലോ. ഇനി അതും നീ കാണിക്കണം. എനിക്ക് അതിൽ കാര്യത്തിലും സംശയമുണ്ട്. ശരി, അപ്പൊ അതിനും സംശയമായി. അതെ, ശരി. ഇനി ഞാൻ ഈ കുടുംബത്തിൽ നിൽക്കണില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുക മാഷെ. ദേ, കയ്യിലൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഈ ഉടുതുണി അല്ലാതെ. ഞാൻ ഇറങ്ങുക മാഷെ, ഇറങ്ങുക. നിക്കുക. ഈ ഉടുത്തേക്കുന്നതും ഈ അണിഞ്ഞേക്കുന്നതെല്ലാം ഈ ചാക്കോ മാഷിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ളതാ. അപ്പൊ അതും ഇവിടെ വെച്ചിട്ട് പോ. ശരി, എന്നാ കേട്ടോ, ഈ ചെറുപ്പക്കാരൊക്കെ നോക്കി നിൽക്കേ. ഈ ഉടുതുണി ഇല്ലാതെ ഈ പൊന്നമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത്ര ദാരിദ്ര്യമുള്ള പിള്ളേരൊന്നും ഈ പഞ്ചായത്തിലില്ല. കാണണോ? കാണണോ ചാക്കോ മാഷിന്? കാണിച്ചു തരാ ഞാൻ. ചാക്കോ മാഷിനോടാ കളി. ചോക്കോബാറേ, ചോക്കോബാർ എനിക്ക് പേരെങ്ങോട്ട്. ചാക്കോ മാഷ്. ചാക്കോ മാഷ്. ഞാനേ കുറ്റിയടിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഈ സമയത്ത് തന്നെ നീ കുറ്റിയടിക്കാൻ വരണം. നമ്മേ, ഈ സമയത്ത് നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഇരുട്ട് വീഴുമ്പോ നിന്നെ ഞാൻ വീട്ടിലെത്തിച്ചോളാം. മോടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അതിന് 12 മണിക്ക് വന്നേക്കുന്നത്. അപ്പൊ അളവെടുക്കാൻ വേണ്ടി. പന്തലല്ല, മുല്ലപ്പന്തൽ വേണോ ഇവിടെ ഉണ്ടാൻ. അത് പറഞ്ഞു. മുല്ലപ്പന്തല് 2500 പേര് സീറ്റ് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെ നിസ്സാരപ്പെട്ടൊരു കല്യാണമല്ല ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഉന്നതരായിട്ടുള്ള പല പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. ആണല്ലേ? അപ്പോഴേ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ കൂട്ടി നോക്കിയിട്ട് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കണക്ക് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ മുല്ലപ്പന്തലല്ലേ പറഞ്ഞേ? മുല്ലപ്പന്തൽ എങ്ങനെ കൂട്ടിയാലും 2.5 ലക്ഷം രൂപയാവും. 2.5 ലക്ഷം രൂപയോ? എങ്ങനെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. കണക്കെന്ന് പറഞ്ഞപ്പോ നമുക്ക് 250 ഗുണം കൂട്ടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് 250 രൂപ വെച്ച്. സ്ക്വയർ ഫീറ്റിന് 250 രൂപ വെച്ച് കൂട്ടിയാലും 3.5 ലക്ഷം രൂപയാകുമല്ലോടോ. തന്നെ ആരാ കണക്ക് പഠിപ്പിച്ചേ? മാഷാണ് എന്നെ കണക്ക് പഠിപ്പിച്ചത്. ആണോ? അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം ഉന്നത സ്ഥാനത്തെത്തിയിട്ടുള്ളവരാണ്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ മാഷാണ് എന്നെ കണക്ക് പഠിപ്പിച്ചത്. അത് മാത്രമല്ല, മാഷ് എനിക്കിട്ടൊരു പണിയും കൂടെ പണിഞ്ഞായിരുന്നു. ഞാനെന്ത് പറഞ്ഞു? മാഷ് സിസ്ലി ടീച്ചറുടെ പ്രേമല്ലായിരുന്നു. അതൊക്കെ പറയടാ, ഉന്നമ കേട്ടാ എന്റെ തലയെടുക്കും. സിസ്ലി ടീച്ചറിന് സാർ ഇരുന്ന പ്രേമലേഖനം മൊത്തം കൊണ്ടുതരുന്നത് ഞാനായിരുന്നു. അതൊന്നും മറക്കരുത് സാറ്. ഇത്രയൊക്കെ ചെയ്ത എന്നെ 1 വർഷം സാർ തോപ്പിച്ചു. എന്തിനായിരുന്നു മാഷെ? എന്തിനായിരുന്നു എന്നെ തോപ്പിച്ചത്? എന്റെ 1 വർഷം എന്തിനു കളഞ്ഞു? നിന്റെ സേവനം എനിക്ക് 1 വർഷത്തെ കൂടി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ തോപ്പിച്ചത്. A+B ഇറങ്ങിപ്പോടാ. ഞാൻ ഇതെടുത്തോട്ടെ മാഷെ? എന്തിന്? എന്തായാലും മാഷ് ഇത് കളഞ്ഞില്ലേ മാഷെ? ഇത് ഞാൻ എടുത്തോട്ടെ? ഇത് നീയല്ല എടുക്കേണ്ടത്, നിന്റെ തന്തയായിരുന്നു ഒന്ന് എടുക്കേണ്ടത്. മനസ്സിലായില്ല. എടാ, അങ്ങേര് ഇത് പണ്ടേ ഇത് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദാഹിക്കുമ്പം 2 ഇളനീര് വെട്ടി കുടിക്കാമായിരുന്നു. മാഷന്മാരോട് പറയാൻ പറ്റാത്ത ഒരു കൗണ്ടർ പറഞ്ഞോട്ടെ ഞാൻ. രാത്രി 2:30 മണിക്ക് ആരെങ്കിലും തെങ്ങ് വെക്കാൻ നടക്കും മാഷേ? അസാധ്യമായി പോയിടാ, അസാധ്യമായി. നിന്റെ കൗണ്ടർ അസാധ്യമായി പോയി. നീ പകപോക്കണല്ലടാ, നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. ഒന്നമ്മേ, ഓ, നീ ഓൺലൈനിൽ നിന്ന് ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? എന്തേ? കലം ബിരിയാണിയുമായി ഒരാൾ വന്ന് നിൽക്കുന്നു. കലം ബിരിയാണി അല്ല, ഇത് മറ്റേ അത് എന്താണ്? ഇതാ ചിപ്സ്. ഒന്നമ്മേ, ഓ, കട്ടൻ ചായയുടെ ബാലൻസ് വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ട്.
എങ്കിൽ 2 ഗ്ലാസ് ചൂടാക്കി ഇങ്ങെടുക്കുക. ഇവിടെ ഒരുത്തൻ ചിപ്സുമായിട്ട് വന്നിരിക്കുന്നു. ഈ ചിത ചിപ്സ് എന്തിൽ നിന്നുണ്ടാക്കുന്നതാണ്? ചിപ്സ് അല്ല, ഇത് മറ്റേ ഇത് ചിതാ പപ്സ്. പപ്സോ എന്തുവാണ് പറയുന്നത്? എടോ ഇത് ചിതാഭസ്മം. ചിതാഭസ്മം കൊടുത്തിനകത്ത് വെക്കുന്നത്. അതന്നെ അതന്നെ. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ രാവിലെ തൊട്ടാ ഭാരതപ്പുഴ അവിടെ നിന്ന് കറങ്ങുക. എരിപൊരി വെയിലും. നിങ്ങളെ മോൻ വന്ന് ഞാൻ തൊടുക്കാൻ നേരത്ത് തടഞ്ഞാലേ എന്റെ കഥ മുന്നോട്ട് പോകത്തുള്ളൂ. എടോ ഇയാൾക്ക് തെറ്റി. ഇയാൾ വരേണ്ടത് ഇവിടെ അല്ല. ഇത് സ്ഫടികത്തിലെ തിലകനും സ്ഫടികത്തിലെ മോഹൻലാലിന്റെ വീടാണ്. ഇയാൾ വരേണ്ടത് നരസിംഹത്തിലെ മോഹൻലാലിന്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് വീട് മാറിപ്പോയി. നിങ്ങൾക്ക് വീട് മാറി. വീട് മാറിപ്പോയി. ഇതേത് സിനിമ? ഏത് സ്ഫടികമാണ്? അടിയോ? ആ അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഫിഗറിലെങ്കിലും ഞാൻ സൗണ്ടിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. മൊത്തം വന്ന് കുളമാക്കാൻ പറഞ്ഞേക്കാം. അപ്പൊ ഒന്ന് ആ മോനെ ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ, ഭാരതപ്പുഴയുടെ അങ്ങോട്ട്. ഇതൊന്ന് ഒഴുക്കണം, ഇത് എങ്ങനെയെങ്കിലും ഒഴുക്കിട്ട്. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് ഇത് പിന്നെ അച്ഛന്റെ കാലിന്റെ നഖം വെട്ടണം, ചന്ദന മുട്ടി മേടിക്കണം. ഒന്ന് പുള്ളി വരുമ്പോ അങ്ങോട്ട് പിള്ളേരുണ്ടാകൂ. സുഹൃത്തം ചെയ്യണം ഇങ്ങനത്തെ പിള്ളേർ. പറഞ്ഞു വിടണേ. പറഞ്ഞുവിടാ. പേരെന്താ? NF വർഗീസ് നരസിംഹം. എഴുതി വെച്ചത് കൊണ്ട് എന്തായാലും മനസ്സിലായി. ഒരു മിനിറ്റ്. നീ പകപോക്കണല്ലടാ. നിനക്കിതല്ല വേറെ ഒന്നും പറയാൻ. ഭയങ്കര രസം അത് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാടാ തേനീച്ച കൂടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, മാഷിനെ ഒരു എല്ലാം തോപ്പിച്ചു. സ്വന്തം മോന്റെ ലോറിക്കകത്ത് മാഷ് എന്തോ എഴുതി വെച്ചത്? ജഗത്താൻ എന്ന് എഴുതുന്നതിന് മാഷ് എന്തോ എഴുതി വെച്ചേ? ചെന്നിക്കുത്തന്നാണോ എഴുതി വെച്ചത്? അതൊരു ചെറിയ കയ്യാബദ്ധം. അത്രേ ഉള്ളൂ. ഈ കയ്യബദ്ധവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന. അന്ന് മാഷ് മറക്കരുത്. ആരിത് പോയില്ലേ? നീ പകപോക്കണല്ലടാ. എനിക്ക് നിന്റെ അടുത്ത് എന്തിരിപ്പക? എന്തിനാവശ്യം? എന്റെ വർക്കുമല്ലോ നീ വെട്ടിയോ? എന്റെ പന്തൽ പണിയുമല്ലോ നീ വെട്ടിയോ? നമ്മളെ പക ഉണ്ടാകാൻ നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. കളിച്ച് കളിച്ച് തന്തക്ക് വിളിക്കുന്നോ? മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. എന്റെ അച്ഛനെ പ്രാകുന്നു. യവനെ ഞാൻ ഇന്ന് അടിച്ചവനെ. നിങ്ങളൊരു കാര്യം, ഞാൻ അവിടെ കിടന്ന് നിൽക്കുന്ന ആ ചെറുക്കനെ ഒന്ന് പറഞ്ഞു കൊടുങ്ങിയ മോനെ, ഇതൊന്ന് ഇത് ഒഴുക്കുന്ന സിനിമ മാറിപ്പോയെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞു? ഇത് നിങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ട്. ഞാൻ അവിടെ രാവിലോട്ട് പോയി നിൽക്കണം. ആ ചെറുക്കൻ വരുമെന്നും പറഞ്ഞു. ഞാൻ ഉള്ള കാര്യം പറയാല്ലേ, ചാറ്റ് വളയൊക്കെ എന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് പോണ്. ഇതൊന്നും ഒഴുക്കി എനിക്ക് 100 കൂട്ടം. ഇത് അണ്ടിയളിയല്ലത്, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എടാ വരവിടെ വിളിച്ചു വിടാം, അവനെ പറഞ്ഞു വിടാം. ഒന്ന് പറഞ്ഞു വിട് നിങ്ങളെ മോനെ. അത് ഞാൻ പെട്ടെന്ന്. എവിടെ പോന്നു? ചാക്കോ മാഷേ, ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുക. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പിച്ചക്കാരന്റെ കൂടെ ജീവിച്ചാലും ശരി. ഇനി നിങ്ങളെ പോലെ ഒരു നീചന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ മാഷെ, മടുത്തു. അതെ, ഈ ക്യാരക്ടർ ഒന്ന് മാറ്റിപ്പിടിച്ച് പിച്ചക്കാരനാക്കിയാ പോരുന്നോ എന്റെ കൂടെ? സഞ്ജയനത്തിന് എന്തായിരുന്നു ഭക്ഷണം? ഇഡലി സാമ്പാർ വരുന്ന പ്ലാനിങ്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഒന്ന് മതം മാറിയായിരുന്നു. എന്നിട്ട് ചിക്കൻ ബിരിയാണിയാ. ചാക്കോ മാഷയുടെ പുട്ടും കടലും കഴിച്ചു മടുത്തു. എന്നാ ഇനി NF വർഗീസിന്റെ ചിക്കൻ കാലായിക്കോട്ടെ. എന്നാ പോരാ, പോവാ. ഞാനൊരു കാര്യം അറിയണം. ഇവർക്ക് കല്യാണപ്രായമായ 2 മക്കളുണ്ട്. അതുകൂടാതെ എന്നേക്കാൾ പ്രായമുണ്ട് ഇവൾക്ക്. എന്റെ പൊന്ന് ചാക്കോ മാഷേ, മാഷിനെ അറിഞ്ഞൂടാത്തോണ്ടാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ എന്റെ പൊന്നു മാഷേ.